എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വളരെ സിമ്പിളായിട്ട് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടി അത് നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. അപ്പം മാങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2-3 ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും പുളിക്ക് ആവശ്യമുള്ള മാങ്ങയുടെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഉരുട്ടിയെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മാങ്ങ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു പുളി വയ്ക്കാം. അതിന് വേണ്ടി കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചേർത്ത് കൊടുത്ത വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് കളർ മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് 4-5 ചെറിയ ഉള്ളി ചതച്ചതും 4-5 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞ് കളർ മാറി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു പുളിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം പുളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി കുറച്ച് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ആ അരപ്പ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. കുറച്ചൊരു അരമണിക്കൂറോളം മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനിൽ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് മെഴുക്ക് പുരട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കി വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ കൂട്ടിച്ചേർത്ത് വെച്ച് വെണ്ടയ്ക്ക വട്ടത്തിലിങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ മെഴുക്ക് പുരട്ടാൻ അരിഞ്ഞെടുക്കാറ്. അപ്പോൾ അത് എടുത്ത് വെച്ച വെണ്ടയ്ക്കയെല്ലാം ഈ ഒരു രീതിയിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഇതേപോലെ സ്ക്വയറായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാൻ, ഒന്ന് വെന്ത് വന്നോട്ടെ. അതിന് ശേഷം തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തുറന്നിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. ഇതിപ്പം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. വെണ്ടയ്ക്ക നന്നായി പരുവായി കിട്ടി. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡിയായി കഴിഞ്ഞു. അതും അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇങ്ങനെ തയ്യാറാക്കി നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം വളരെ കനം കുറച്ച് ഇതേപോലെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഒട്ടും കനം വേണ്ട, നമുക്ക് വേവിക്കാനല്ല വറുത്തെടുക്കാനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തതിന് ശേഷം
അത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി ഇത് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതുവരെ നന്നായിട്ട് മൂത്ത് കിട്ടുന്നത് വരെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. ഫ്ലെയിം മീഡിയത്തിലിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ആ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ മൂത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങ് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് വറുത്തതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് വറുത്തത് റെഡിയായി കഴിഞ്ഞു. അത് ഇനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാനുള്ളതേ ഉള്ളൂ. ബാക്കി കറികളെല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതാ ചിക്കൻ വറുക്കാൻ വേണ്ടി അടുപ്പിലേക്ക് ആക്കി കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കും. അപ്പം ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ മൂത്ത് വരികയും ചെയ്യും. ഉൾവശമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതാ ഇതേപോലെ കളർ മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അതേപോലെ തന്നെ അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈയും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ അത് പ്ലേറ്റിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തതിന് ശേഷം കറികളും സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ആദ്യം ചമ്മന്തി വെച്ച് കൊടുക്കാം. ചമ്മന്തി വെച്ച് കൊടുത്തതിന് ശേഷം വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ച് കൊടുക്കാം ഒരു സൈഡിലേക്ക്. ഇനി ഉരുളക്കിഴങ്ങ് വറുത്തത് വെച്ച് കൊടുക്കാം. അതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ചിക്കൻ ഫ്രൈ വെച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കൻ ഫ്രൈയും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പുളിയും ചമ്മന്തിയും കൂടി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇളക്കി കഴിക്കാൻ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ലഞ്ച് റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.